Good afternoon, my dear students. Welcome back. Today, I am introduced our sixth chapter, that is staffing. Okay, you know that the functions of management. What are the important functions of management? Planning, organizing, staffing, directing, and controlling. So, staffing is the third important function of management. You know that the success of any organization, either maybe business or maybe non-business organization, whatever may be, the success which not totally depends upon the physical or financial resources, but it is depends upon these resources are utilized by the human power. That's an important thing. Okay. Then the fundament of any organization, which is the talented and hardworking people, which created or which introduced so many assets. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത്തരത്തിലുള്ള ഈ ടാലൻറ്റഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയ ആൾക്കാരെ നമുക്ക് എന്തായിട്ട് തന്നെ കണക്കാക്കും? അസറ്റായിട്ട് തന്നെ കണക്കാക്കാം. ഓക്കെ, അതായത് ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനം ബിസിനസ് ആണെങ്കിലും നോൺ ബിസിനസ് ആണെങ്കിലും അതിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഏതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല. അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ അത് അതിൻ്റെ ധനപരമായ റിസോഴ്സസിലും അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ റിസോഴ്സസിലും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല. മറിച്ച് ഈ റിസോഴ്സസിനെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഹ്യൂമൻ റിസോഴ്സസിലാണ് ഒരു സ്ഥാപനത്തിൻ്റെ വിജയം നിൽക്കുന്നത്. ദ ഫണ്ടമെൻ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ദ ഹാർഡ് വർക്ക് ആൻഡ് ടാലൻറ്റഡ് പീപ്പിൾ വിച്ച് മിയർലി കോൺട്രിബ്യൂട്ടഡ് സോ മെനി അഡ്വാൻറ്റേജസ് ഇൻ ടു ദി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടാലൻറ്റഡായ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കഴിഞ്ഞ് നമ്മൾ സ്റ്റാഫിങ്ങിലോട്ട് എത്തുമ്പോൾ അവിടെ വളരെ മടിയന്മാരായ ഒരു സ്കില്ലുമില്ലാത്ത ലേബേഴ്സിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്തിച്ചേരാൻ പറ്റില്ല. സോ ദ ബേസിസ് ഓർ ദ പ്രിൻസിപ്പൾ ഓർ ദി ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് തന്നെയാണ്? ദി ടാലൻറ്റഡ് ഓർ ഹാർഡ് വർക്കിംഗ് ഹ്യൂമൻ ബീയിങ് തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. അവരെ നമുക്ക് അസറ്റായിട്ട് കണക്കാക്കാം. ആ ഹ്യൂമൻ പവറിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു സ്ഥാപനത്തിലെ അസറ്റ്. നിങ്ങൾക്കറിയാം അസറ്റ് എന്താണ്? അസറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ബിക്കോസ് ഐ റിമെമ്പർ ദാറ്റ് നമ്മുടെ ഇൻഫോസിസിൻ്റെ ഫോർമർ CEO ആയിരുന്ന നാരായണമൂർത്തി, അദ്ദേഹം ഒരു ബിസിനസ് ജേർണലിസ്റ്റിന് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഒരു ഈവനിങ് ടൈമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളെല്ലാം ജോലി കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദേ ആർ അവർ അസറ്റ്സ്, ദേ ആർ വാക്കിംഗ് ഔട്ട് ഇൻ ദി ഡോർ ഇൻ എവറി ഈവനിങ് ആൻഡ് വി ഹോപ്പ് ദാറ്റ് ദേ ആർ കമ്മിങ് ഓൺ ടുമാറോ. ഓക്കെ, ആ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അസറ്റുകളാണ്, ഞങ്ങളുടെ ഫോമിൻ്റെ അസറ്റുകളാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ നാളെയും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന്. അപ്പം അദ്ദേഹം പറയുന്നത്, ആ സ്ഥാപനത്തിൽ ഏതെല്ലാം അസറ്റുകളുണ്ടോ, എന്തെല്ലാം ഫിക്സഡ് ആണോ, ഏതൊക്കെ തരത്തിലുള്ള അസറ്റുകളുണ്ടോ, ആ അസറ്റിൻ്റെ ഒരു സ്ഥാനത്തിലോട്ടാണ് അദ്ദേഹം ആരെ കണക്കാക്കുന്നത്? ഈ ഹ്യൂമൻ എലമെൻറ്റിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അപ്പോൾ സ്റ്റാഫിന്, ഓക്കെ, തൊഴിലാളികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥാപനത്തിലുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഏതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്? ഹാർഡ് വർക്കിംഗ് ആയ, ടാലൻറ്റഡായ, സ്കിൽഡായ, വളരെ ഏബിളായ വർക്ക് ഫോഴ്സിൽ, തൊഴിലാളി ശക്തിയിൽ ആണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. ടുഡേ ഐ ആം ഗോയിങ് ടു ഡീൽ വിത്ത് അവർ ന്യൂ ചാപ്റ്റർ, സ്റ്റാഫിംഗ്. സോ മീനിങ് ഓഫ് സ്റ്റാഫിംഗ്, സ്റ്റാഫിങ്ങിൻ്റെ നിർവചനം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സിംപ്ലി സ്റ്റാഫിംഗ് മീൻസ് പുട്ടിംഗ് റൈറ്റ് പേഴ്സൺ ഇൻ റൈറ്റ് ജോബ്. ശരിയായ ആളുകളെ ശരിയായ ജോലിയിൽ നിയമിക്കുക എന്നുള്ളതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൂ ഈസ് ദ റൈറ്റ് പേഴ്സൺ? ആരാ ഈ ശരിയായ ആൾ? നല്ല സ്വഭാവമുള്ള ആളാണോ?
അതിനെ സ്വഭാവമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ദോസ് പേഴ്സൺ ഹു ആർ മോർ സ്കിൽഡ് ആൻഡ് ദോസ് പേഴ്സൺ ഹു ആർ മോർ ടാലൻറ്റഡ് ആൻഡ് ദോസ് പേഴ്സൺ ഹു ആർ മോർ ഹാർഡ് വർക്ക്, അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ആർക്കാണോ കൂടുതൽ ടാലൻ്റ് ഉള്ളത്, ആർക്കാണോ കൂടുതൽ സ്കില്ലുള്ളത്, ആരാണോ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ, കഠിനാധ്വാനം ചെയ്യാൻ റെഡിയാവുന്നത്, അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദ റൈറ്റ് പേഴ്സൺ. അവരെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ജോബിൽ നിയമിക്കണം. വാട്ട് ഈസ് എ റൈറ്റ് ജോബ്? റൈറ്റ് ജോബ് മീൻസ് അവർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലിയിൽ കൊണ്ടുപോയി അവരെ പ്ലേസ്മെൻറ്റ് ചെയ്യണം. പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരെ നിയമിക്കണം. ഓക്കെ, അപ്പോൾ ശരിയായ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡായ, വളരെ സ്കിൽഡായ, വളരെ ടാലൻറ്റഡായ ആൾക്കാരെ അവരുടെ ടാലൻറ്റ് കാണിക്കാൻ പറ്റുന്ന, അവരുടെ സ്കില്ല് കാണിക്കാൻ പറ്റുന്ന ജോലിയിൽ അവരെ നിയമിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സിംപ്ലി ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്റ്റാഫിംഗ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ സിംപ്ലി വി സേ ദാറ്റ് what is staffing? Staffing means putting right person in right job. ഓക്കെ, ശരിയായ ആളുകളെ ശരിയായ ജോലിയിൽ നിയമിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്റ്റാഫിംഗ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഡെഫിനേഷൻ പഠിക്കാം. നൂട്സ് ഒഡണാൽ വളരെ ഭംഗിയായൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ദ മാനേജീരിയൽ ഫങ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് manning the organizational structure through proper and effective selection, appraisal and development of personnel to the roles designed into the structure. According to who is Lutz Donal, അവരുടെ അഭിപ്രായത്തിൽ the managerial function of staffing involves manning the organizational structure through proper and effective selection, appraisal and development of personnel to the roles designed into the structure. എല്ലാവരും ഡെഫിനേഷൻ പഠിക്കണം. ഓക്കെ, അദ്ദേഹം പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജീരിയൽ ഫങ്ഷനാണ് അല്ലേ? ജസ്റ്റ് ലൈക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. നമ്മൾ ആദ്യം പഠിച്ച പ്ലാനിങ് പോലെ ഓർഗനൈസിങ് പോലെയുള്ള ഒരു മാനേജീരിയൽ ഫങ്ഷൻ തന്നെയാണ് ഇത് സ്റ്റാഫിംഗ്. ഓക്കെ, ഒരു സ്ഥാപനം വിഭാവനം ചെയ്തിട്ടുള്ളതുപോലെ, ഒരു സ്ഥാപനം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, ഓക്കെ, ഇൻഫോസിസ് പോലെയുള്ള, ടാറ്റ പോലെയുള്ള, സോണിയോ പാനസോണിക്കോ പോലെയുള്ള സ്ഥാപനം എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന പോലെയുള്ള തൊഴിലാളികളെ കണ്ടെത്തുകയും അവരെ മനസ്സിലാക്കുകയും ഓക്കെ അവരെ ആ ജോലി എടുക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ പ്രക്രിയയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്റ്റാഫിംഗ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദ മാനേജീരിയൽ ഫങ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനിങ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ എഫക്റ്റീവ് സെലക്ഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ടു ദി റോൾസ് ഡിസൈൻഡ് ഇൻ ടു ദി സ്ട്രക്ചർ. ഒരു സ്ഥാപനം വിഭാവനം ചെയ്തിട്ടുള്ളതുപോലെ വ്യക്തികളെ കണ്ടെത്തി മനസ്സിലാക്കി അവരെ ആ ജോലി എടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്റ്റാഫിംഗ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു സ്ഥാപനത്തിൽ ഒരു ഒഴിവുണ്ട്, ഒരു മാനേജറുടെ ഒഴിവുണ്ട് അല്ലേ? അപ്പോൾ ഏത് വ്യക്തിയാണോ ആ പോസ്റ്റിൽ നമ്മൾ സ്യൂട്ടായത് അല്ലേ, ആ വ്യക്തിയെ കണ്ടെത്തുകയും അയാളെ പ്രേരിപ്പിക്കുകയും ആ ജോലി എടുക്കുവാൻ വേണ്ടി അയാളെ പ്രാപ്തനാക്കുകയും ചെയ്യുന്ന വലിയ ബിഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്റ്റാഫിംഗ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ മീനിങ് മനസ്സിലായിട്ടുണ്ടാവും, ഡെഫിനിഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ സവിശേഷതകളൊക്കെ. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്നാമത് സ്റ്റാഫിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫങ്ഷൻ. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജീരിയൽ ഫങ്ഷനാണ്. ഓക്കെ, പ്ലേസിങ്, ശരിയായ ആളെ ശരിയായ ജോലിയിൽ നിയമിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ, അത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാനേജീരിയൽ ഫങ്ഷനാണ്. ജസ്റ്റ് ലൈക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. വിത്തൗട്ട് സ്റ്റാഫിംഗ് ഇല്ലാതെ ദ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ഇസ് നോട്ട് സക്സസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റില്ല. കറക്റ്റ് സ്റ്റാഫിംഗ് ഇല്ലാതെ ശരിയായൊരു ഒരാളെ ഒരു സ്ഥാപനം തുടങ്ങുന്നു, ഒരു ഫാക്ടറി തുടങ്ങുന്നു അല്ലേ, ആ ഫാക്ടറിക്ക് വേണ്ട ഫണ്ടുണ്ട്, ആ ഫാക്ടറിക്ക് വേണ്ട ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു, എല്ലാം ചെയ്തു, അതിനുവേണ്ടിയുള്ള റിസോഴ്സസ് ഒക്കെ ഒതുക്കി വെച്ചു, ഓർഗനൈസ് ചെയ്ത് വെച്ചു. പക്ഷേ ഒരു ടാലൻറ്റഡ് അല്ലാത്ത, ഹാർഡ് വർക്കിംഗ് അല്ലാത്ത കുറച്ച് സ്റ്റാഫിനെയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവോ? ഇല്ല. നോ.
അല്ലേ? സോ സ്റ്റാഫിംഗ് ഈസ് ഓൾവേസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫങ്ഷൻ. സോ എല്ലാ സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ ഒരുപാട് ആലോചിച്ച് തീരുമാനമെടുത്തതിന് ശേഷമാണ് സ്റ്റാഫുകളെ എന്ത് ചെയ്യേണ്ടത്, നിയമിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, സ്റ്റാഫിംഗ് ഈസ് എ പെർവേസീവ് ആക്ടിവിറ്റി. Staffing is a pervasive activity. What is pervasive? Yes, you know that. What is the meaning of pervasive? That is, it's a universal activity. Staffing is a universal activity. Staffing എന്ന് പറയുന്നത് സാർവത്രികമായ പ്രതിഭാസമാണ്. We have seen in all departments, in all levels of organization, in every organization, either maybe business or maybe non-business, എല്ലായിടത്തും ഓക്കെ, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇത് സ്റ്റാഫിംഗ്. ബിക്കോസ് സ്റ്റാഫിംഗ് ഇല്ലാതെ, ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ, അല്ലേ, എത്ര ടെക്നോളജി എത്ര പ്രോഗ്രസ് ആയിക്കോട്ടെ, ഓക്കെ, എത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ നടന്നോട്ടെ, പക്ഷെ സ്റ്റാഫിംഗ് ഇല്ലാതെ, തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സഹായമില്ലാതെ ഒരു സ്ഥാപനം എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി ഓർ ഇറ്റ്സ് എ പെർവേസീവ് ആക്ടിവിറ്റി. Pervasive means universal. We have seen in all departments, in all levels of management, in all over the country, in all organization, either maybe business or maybe non-business organization. We have seen in everywhere. അല്ലേ, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് ഇതിനൊരു പെർവേസീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സാർവത്രികമായൊരു പ്രതിഭാസമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് അറിയാം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, സ്റ്റാഫിംഗ് ഈസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നടക്കുന്നൊരു പ്രക്രിയയാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് കണ്ടിന്യൂസ് വെൻ എ ഫോം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ചില ആൾക്കാർ ആ ജോലി വിട്ടുപോകുന്നു, അല്ലേ, ചിലപ്പോൾ നിലവിലുള്ള ജോലി ആൾക്കാർക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു, പ്രൊമോഷൻ കിട്ടുന്നു, അല്ലേ, അപ്പോൾ അവിടേക്കൊക്കെ പുതിയ ആൾക്കാരെ കണ്ടെത്തണം, അല്ലേ, അപ്പോൾ അതിങ്ങനെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലേ. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ CEO വേറൊരു കമ്പനിയിലോട്ട് പോയി, അല്ലെങ്കിൽ CEO വേറെ സ്ഥാപനത്തിലോട്ട് പോയി, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചു, ആ CEO വെച്ചിട്ട് ആ സ്ഥാപനം അടച്ചിടാൻ പറ്റുമോ? ഇല്ല, അല്ലേ. എത്രയും പെട്ടെന്ന് ആ പോസ്റ്റിലോട്ട് പുതിയൊരു CEO കണ്ടെത്തണം, അല്ലേ. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഹ്യൂമൻ റിസോഴ്സസിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, പ്രൊമോഷൻ വന്നാലും ട്രാൻസ്ഫർ വന്നാലും അല്ലെങ്കിൽ ആൾക്കാർ റിസൈൻ ചെയ്തു പോയാലും പുതിയ ആൾക്കാരെങ്ങനെ നിയമിക്കുക എന്നുള്ള പറയുന്നത് കൊണ്ട് ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സൈക്കിൾ, അല്ലേ. സൈക്കിളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം, സ്റ്റാഫിങ്ങിനെ കണക്കാക്കാം. ഓക്കെ, ഇറ്റ്സ് നാലാമത്തെ പോയിന്റ്, ഇറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. സ്റ്റാഫിംഗ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, അതൊരു അസറ്റാണെന്ന് പറഞ്ഞു നാരായണമൂർത്തി സാർ പറഞ്ഞ പോലെ, ഇറ്റ്സ് എൻ അസറ്റ്, അല്ലേ. ജസ്റ്റ് ലൈക്ക് ഫിക്സഡ് അസറ്റ് ഓർ ക്യാപിറ്റൽ അസറ്റ് പോലെ തന്നെ ഒരു അസറ്റ് തന്നെയാണത്. പക്ഷേ ആ അസറ്റ് എന്ന് പറഞ്ഞാൽ അത് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ഹ്യൂമൻ ബീയിങ്സുമായി, മനുഷ്യരുമായിട്ട്. ഓക്കെ, മനുഷ്യരുമായി റിലേറ്റഡ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാഫ് ചെയ്യുന്നത് ആരെയാണ്? യന്ത്രങ്ങളെയോ അല്ലെങ്കിൽ യന്ത്ര ഉപകരണങ്ങളെയോ, മനുഷ്യരെയാണ്, എംപ്ലോയീസിനെയാണ്. ഓക്കെ, സോ അവരോട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്റ്റാഫ് ചെയ്യുമ്പോൾ, അല്ലേ. ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ഒരുപാട് സ്ഥാപനം അയാൾക്ക് ടാലൻ്റ് ഉണ്ടോ, അയാൾക്ക് സ്കില്ലുണ്ടോ, അയാൾ ഏബിൾ ആണോ, അയാൾ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അയാളെ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല അയാളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ശമ്പളം കൊടുക്കണം, സാലറി കൊടുക്കണം, കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലേ. അയാൾക്ക് വേണ്ട വർക്കിംഗ് കണ്ടീഷൻ, നല്ലൊരു ജോലി ചെയ്യാനുള്ള മെൻ്റലി വളരെ പീസ്ഫുള്ളായൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലേ. മാനസികമായി സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ സെക്യൂരിറ്റി, മറ്റുള്ള ക്ഷേമ പദ്ധതികൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം. മേ ബി അക്കോമഡേഷൻ ആയിരിക്കാം, അല്ലേ, അല്ലെങ്കിൽ ഹൗസിങ് ലോൺസുകൾ, വെഹിക്കിൾസ് ലോൺസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ബിക്കോസ് സ്റ്റാഫിംഗ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്, മനുഷ്യരുടെ ഇമോഷൻസുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ, മനുഷ്യരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ബിക്കോസ് ഒരു വ്യക്തി അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല, അവൻ ഒരുപാട് ജോലി ചെയ്യുന്നു, പക്ഷേ അവൻ സാറ്റിസ്ഫൈഡ് അല്ല, അവന് കുറച്ച് ജോലിയെ കിട്ടുന്നെങ്കിൽ ദെൻ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ആ ടാലൻറ്റും അവൻ്റെ ഹാർഡ് വർക്കും അവൻ്റെ പ്രൊഡക്ടിവിറ്റിയും മെല്ലെ കുറഞ്ഞു വരും. ബിക്കോസ് അവനൊരു തോന്നൽ വരും, ഞാൻ എന്തിനാ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, അല്ലേ, എനിക്ക് ശമ്പളം വളരെ കുറവാണ്. സോ എല്ലായ്പ്പോഴും സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സുമായി റിലേറ്റഡ് ആയതുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, ഒരു പരിധിവരെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വേജ് ആൻഡ് കോമ്പൻസേഷനും, ഓക്കെ, അവർക്ക് വേണ്ടിയുള്ള സോഷ്യൽ സെക്യൂരിറ്റിയും, അവർക്ക് മെൻ്റലി ഫ്രീ ആയിട്ട്, മാനസികമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനൊരു അറ്റ്മോസ്ഫിയറൊക്കെ എല്ലാ സ്ഥാപനവും എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്തു കൊടുക്കണം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, പ്ലേസ്മെൻറ്റ്.
പ്ലേസ്മെൻറ്റ്. വാട്ട് ഈസ് മീൻസ് ഓഫ് പ്ലേസ്മെൻറ്റ്? നിയമനം. ഓക്കെ, പ്ലേസ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റാഫിംഗ് എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തിമ റിസൾട്ടിലോട്ട് എത്തുന്നത് ഏതിലൂടെയാണ്? പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് മീനിങ് ഓഫ് പ്ലേസ്മെൻറ്റ്? പ്ലേസ്മെൻറ്റ് മീൻസ് ദ ഡെഫിനിഷൻ പുട്ടിംഗ് ദ റൈറ്റ് പേഴ്സൺ ഇൻ റൈറ്റ് ജോബ്. നിയമനം കൊടുക്കുക. ഓക്കെ, ഒരു ആളെ നിയമിക്കുന്നതിനെയാണ് നമ്മൾ ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്ലേസ്മെൻറ്റ്. ആ പേഴ്സൺ എന്ന് പറഞ്ഞാൽ മേ ബി സ്കിൽഡ് ആയിരിക്കണം, അല്ലേ? വളരെ സ്കിൽഡായ ആളായിരിക്കണം, വളരെ ഏബിളായ ആളായിരിക്കണം, വളരെ ടാലൻറ്റഡ് ആളായിരിക്കണം, ഹാർഡ് വർക്ക് ആയിരിക്കണം. മാത്രമല്ല സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയുമായിരിക്കണം. ഓക്കെ, അപ്പോൾ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിയെ നമ്മൾ നിയമിക്കുന്നതിനെയാണ് ഏത് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്ലേസ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലേ? സോ സിംപ്ലി വി ഹാവ് ടു സേ ദാറ്റ് സ്റ്റാഫിംഗ് ഈസ് പുട്ടിംഗ് റൈറ്റ് പേഴ്സൺ ഇൻ റൈറ്റ് ജോബ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് merely depends upon the success of any organization, either may be business or may be non-business, which merely depends upon the choice of human beings. Okay, the choice of human power or the choice of workforce. Okay, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. അതിൻ്റെ മീനിങ് എന്താ, കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു സ്ഥാപനത്തിലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.